ഇന്നലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും കർഷക തൊഴിലാളി പ്രസ്ഥാനവും ദേശവ്യാപകമായി അതിശക്തിയായി അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തിലും സംഘടിപ്പിച്ചു. രാജ്യവ്യാപകമായിട്ട് ഉയർന്നു വരണം. മതനിരപേക്ഷ രാഷ്ട്രത്തെ ഒരു മതരാഷ്ട്രമാക്കാനാണ് ഇവിടെ ശ്രമം. BJP പച്ചയായിട്ട് അത് തന്നെയാണ് പറയുന്നത്, മതരാഷ്ട്രമാക്കുക. ഇപ്പോൾ ഭൂരിപക്ഷം അവർക്കില്ല, 2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 38 സീറ്റ് കൂടി ഇന്ത്യ ബ്ലോക്കിന് കിട്ടിയിരുന്നുവെങ്കിൽ BJPയുടെ ഭരണം തകരുമായിരുന്നു. കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് ആ 38 സീറ്റ് നമുക്ക് നഷ്ടമായത്. ഞാനതിൻ്റെ ഒന്നും ചരിത്രത്തിലേക്ക് കടക്കാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. വളരെയേറെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇപ്പോൾ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലായി. കോൺഗ്രസിനെ മുൻനിർത്തിയിട്ട് BJPയെ തോൽപ്പിക്കാനാവില്ല. എവിടെയാണ് കഴിഞ്ഞ 100 സീറ്റിലധികം കോൺഗ്രസിന് കിട്ടുമ്പോഴും കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളിലുള്ള ജയം കൊണ്ടല്ല ഇന്ത്യ ബ്ലോക്കിന് ഈ സീറ്റ് കിട്ടിയത്. അത് തമിഴ്നാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അത് UPയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. സമാജ്വാദി പാർട്ടി, DMK എന്ന് പറഞ്ഞാൽ പ്രാദേശിക പാർട്ടികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ പ്രാദേശിക പാർട്ടികൾക്കും കോൺഗ്രസിനും സീറ്റ് കിട്ടിയത്. കോൺഗ്രസ് എവിടെയൊക്കെ ശക്തിയാണോ അവിടെ BJPയെ നേരിടുന്നതിന് അവർക്ക് സാധിക്കുന്നില്ല, ഗുജറാത്ത് ഉൾപ്പെടെ. ഇതൊരു വളരെ ഗൗരവമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഗൗരവമുള്ള അതാണ് ഹരിയാന, അത് തന്നെയാണ് മഹാരാഷ്ട്ര. നിങ്ങളുടെ സ്വാധീനം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്ന് അഹങ്കരിച്ച് മറ്റാരെയും ഉൾപ്പെടുത്താതെ, യഥാർത്ഥത്തിൽ ഹരിയാന നിങ്ങൾ നോക്ക്, 39% വോട്ടാണ് നിങ്ങൾക്ക് കിട്ടിയേ കോൺഗ്രസിന്. അവിടെ BJPക്ക് കിട്ടിയത് 39% വോട്ട് തന്നെയാണ്. 39% വോട്ട്, 1.9%, ഏതാണ്ട് 2% വോട്ട് AAPക്ക് ഉണ്ട്. AAPയെ കൂട്ടിയില്ല. AAPയെ കൂടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തെ കൂടി ചേർത്ത് 1-2 സീറ്റ് അവർക്കെല്ലാം കൊടുത്ത് ഫലപ്രദമായ ഒരു സീറ്റ് വിഭജനം നടത്തിയിരുന്നുവെങ്കിൽ ഈ അപമാനകരമായ അവസ്ഥ ഹരിയാനയിൽ ഉണ്ടാവുമായിരുന്നില്ല. BJP തോറ്റ് തുന്നം പാടുമായിരുന്നു. മഹാരാഷ്ട്രയിലും പല മണ്ഡലങ്ങളിലും യഥാർത്ഥത്തിൽ തോറ്റത് 1000-1500 വോട്ടിനാണ്. ചെറിയ ചെറിയ പാർട്ടികൾ ഉൾപ്പെടെ ആരെയും കൂട്ടാൻ തയ്യാറാവാത്ത നിലയാണ് അവിടെ സ്വീകരിച്ചത്. പരസ്പരം മത്സരിക്കുന്ന സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ഉണ്ടായത്. കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ച് BJPയെ ഫലപ്രദമായിട്ട് നേരിടാനാവുന്നില്ല എന്ന രാഷ്ട്രീയ പിന്നോക്കാവസ്ഥ നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രാജ്യം ഒരു മതരാഷ്ട്രമാവണം എന്നാണ് BJP ഇപ്പോഴും പറയുന്നത്. അതിൻ്റെ 2 നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 നിയമം, ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി ഒന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇനി അതിൻ്റെ ഒപ്പം ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു നിയമം പൗരത്വ ഭേദഗതി നിയമമാണ്. പൗരന്മാരെ മതാടിസ്ഥാനത്തിൽ വേർതിരിച്ച് അവരുടെ രാജ്യമുണ്ടാക്കുക. ഇപ്പോൾ മതരാഷ്ട്രത്തിലേക്കുള്ള നീക്കമാണ്. മതരാഷ്ട്രത്തിലേക്കുള്ള നീക്കം ശക്തിയായി എതിർത്തപ്പോഴാണ് മഹാത്മാഗാന്ധിയെ കൊന്നത്. 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലനായ രാഷ്ട്രപിതാവെന്ന് നമ്മൾ പേര് നൽകിയ മഹാത്മാഗാന്ധിയെ ബ്രിട്ടീഷുകാർ നല്ലതുപോലെ സംരക്ഷിച്ചു. സ്വാതന്ത്ര്യം കിട്ടി ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയെ കൊന്നു. മഹാത്മാഗാന്ധിയെ കൊന്നത് ബ്രിട്ടീഷുകാരല്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായിട്ടുമല്ല. ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഡൽഹിയിൽ വിളിച്ചു ചേർത്ത വലിയ ഒരു RSS സമ്മേളനത്തിൽ, പ്രചാരകരുടെ സമ്മേളനം, 2000-ലധികം ആളുകൾ പങ്കെടുത്ത സമ്മേളനം, ഗോൾവാൾക്കറാണ് ഉദ്ഘാടനം. ഗോൾവാൾക്കർ നിങ്ങൾക്കറിയാം, RSSൻ്റെ പ്രത്യശാസ്ത്രക്കാരനാണ്. അദ്ദേഹമാണ് പ്രസംഗം, ആ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ. സർവവും അയാൾ തന്നെയാണ്. അദ്ദേഹം പ്രസംഗിച്ചു. ഈ ഗാന്ധി, പരമപുച്ഛത്തോടെ ഗാന്ധി, മഹാത്മാവുമില്ല, നേരത്തെ പറഞ്ഞ രാഷ്ട്രപിതാവുമില്ല, ഒരു സ്ത്രീ പോലുമില്ല. ഈ ഗാന്ധി പരമപുച്ഛം
മുസ്ലിങ്ങൾക്ക് മുസ്ലിം ദേശീയതയുടെ ഭാഗമായി ഒരു രാഷ്ട്രം കിട്ടി, മുസ്ലിം ദേശീയത. ഹിന്ദുക്കൾക്ക് ഹിന്ദു ദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യ ഹിന്ദു രാജ്യമായില്ല. പക ഗാന്ധിയോടാണ്. എന്നിട്ട് ഇപ്പോഴീ ഗാന്ധി ഇന്ത്യൻ ഖജനാവിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച പണം പാകിസ്ഥാൻ ഖജനാവിലേക്ക് നൽകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് സത്യാഗ്രഹം കിടക്കുകയാണ് ഗാന്ധി. ആ കരാർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സമരമാണ്. എന്നിട്ട് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഈ ഗാന്ധി ഇതേ നിലപാട് തുടർന്നാൽ ഈ ഗാന്ധിയെ പൂർണ്ണമായും നിശബ്ദനാക്കേണ്ടി വരും എന്നാണ് പ്രസംഗം. ഗോൾവാൾക്കറുടെ പ്രസംഗത്തിൻ്റെ വർബാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഗാന്ധിയെ പൂർണ്ണമായും നിശബ്ദനാക്കേണ്ടി വരും എന്നാണ്. എന്താ അതിൻ്റെ മലയാളം? ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ പറഞ്ഞതല്ല, ഗോൾവാൾക്കർ പറഞ്ഞതാണ്. നിശബ്ദനാക്കേണ്ടി വരും, കൊല്ലേണ്ടി വരും എന്ന്. ആ പ്രസംഗം നടത്തിയിട്ട് 52ാമത്തെ ദിവസം ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്നു. ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് എത്തിച്ചത് ഞാൻ സ്ഥിരം പറയുന്നൊരു കാര്യമാണ്. ആശയത്തിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുമായി കണ്ണി ചേർക്കാനായാൽ, പരസ്പരം യോജിച്ച് മുന്നോട്ടേക്ക് പോകാനായാൽ, അങ്ങനെയുള്ള ആശയങ്ങളൊന്നും കേവലമായ ആശയമല്ല, അത് പ്രതിപ്രവർത്തിക്കാൻ ശേഷിയുള്ള ഭൗതിക ശക്തിയായിട്ട് മാറുമെന്നുള്ള നിയമം. ആ നിയമമാണ് ഗോഡ്സെയെ കൊണ്ട് ഗോൾവാൾക്കറുടെ ആശയത്തിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധിക്ക് നേരെ തോക്ക് നീട്ടി കൊന്നത്. ഒരു ഹിന്ദു രാജ്യമാവാൻ അനുവദിച്ചില്ല എന്നതുകൊണ്ടാണ്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും ഹിന്ദു രാജ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമനിർമ്മാണത്തിലേക്ക് ഭരണാധികാരി വർഗമായി റൂളിംഗ് പാർട്ടിയായിട്ട് വന്ന BJP തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് പൗരത്വ ഭേദഗതി നിയമം. ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിവിൽ കോഡ്, ഏക സിവിൽ കോഡ്, അത് ഇതിൻ്റെ ഭാഗമാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അതും ഇതിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങളെ മുഴുവൻ തകർത്ത് മെല്ലെ മെല്ലെ സ്വേച്ഛാധിപത്യത്തിലേക്ക്, ഫാസത്തിലേക്ക് നീങ്ങുന്ന ഒരു ഭരണവർഗ നിലപാടിനെ പ്രതിരോധിക്കാൻ എല്ലാ ജനവിഭാഗങ്ങളുമായി ചേർന്ന് ഐക്യപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ മർമ്മം.